നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജൻ. നവീൻ ബാബുവിന്റെ മരണത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അപ്രതീക്ഷിതമായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ഏർപ്പെടുത്തണമെന്നാണ് മഞ്ജുഷ പറഞ്ഞത്. നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകം തന്നെ എന്ന് ഉറപ്പിക്കുന്നതാണ് മഞ്ജുഷയുടെ ഹർജി. ഹൈക്കോടതി പരിഗണിച്ച ഹർജിയിൽ ശക്തമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. CBI അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. തൊട്ടു പിന്നാലെ കോടതി ശക്തമായ നിർദ്ദേശം പോലീസിനും നൽകി. ഡിസംബർ 6-ാം തീയതി കേസ് ഡയറി ഹാജരാക്കണമെന്നതാണ് ഏറ്റവും സുപ്രധാന നിർദ്ദേശം. ഡിസംബർ 9-ാം തീയതി കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വളരെ നിർണായകമായ ചില നീക്കങ്ങൾ മറുവശത്ത് ഇപ്പോൾ കാണുന്നു. ഒന്ന്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മൂട്ടിൽ തീ പിടിച്ചോടുകയാണ്. ഏതു വിധേനയും പരമാവധി തെളിവുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ചില സംഭവങ്ങളെങ്കിലും റിപ്പോർട്ടുകളാക്കി ഹൈക്കോടതിക്ക് മുൻപിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ പെട്ടെന്ന് തന്നെ ഒരിക്കൽ കൂടി അവർ മൊഴിയെടുത്തിരുന്നു. നേരത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മൊഴി മാത്രം മതി എന്ന നിലപാടിലായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതിലപ്പുറം കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. പെട്ടെന്ന് ഇന്നലെ സംസ്ഥാന സർക്കാർ കണ്ണൂർ ജില്ലാ കളക്ടറെ ഒരു പ്രത്യേക പരിശീലനത്തിനായി ദില്ലിയിലേക്ക് 2-ാം തീയതി അയക്കുന്നു. നാളെ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ദില്ലിയിലേക്ക് പോവുകയാണ്. ഇനി 27-ാം തീയതി വരെ അദ്ദേഹത്തിന് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്. 27-ാം തീയതി കഴിഞ്ഞ് മാത്രമേ ഇനി കേരളത്തിലേക്ക് മടങ്ങി വരൂ എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ആകെക്കൂടി അങ്കലാപ്പിലായ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. മറുവശത്ത് ശക്തമായ പോരാട്ടവുമായി പാർട്ടി ഒപ്പമുണ്ട് എന്ന് ഒരിക്കൽ പറഞ്ഞ മഞ്ജുഷ. ഇതിനിടയിൽ നമ്മൾ MV ഗോവിന്ദൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇരട്ടത്താപ്പ് പൊയ്മുഖം കണ്ടു. നവീൻ ബാബുവിന്റെ മരണം ഏറ്റവും വലിയ ചർച്ചയായ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകം എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ നമുക്ക് മുന്നിൽ എത്തി നിൽക്കുന്നു. എന്താണ് അങ്ങയുടെ ഒരു ഏറ്റവും ഒടുവിലത്തെ നിരീക്ഷണങ്ങൾ? നവീൻ ബാബുവിന്റെ കൊലപാതകം തെളിയിക്കപ്പെടുമോ? അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ്? സുമന, നമുക്കറിയാം, ഈ ഒക്ടോബർ 14-ാം തീയതിയാണ് കണ്ണൂരിൽ കളക്ടറേറ്റിൽ ഈ യാത്രയപ്പ് യോഗം നടക്കുന്നത്. 15-ാം തീയതി രാവിലെ അദ്ദേഹം മരണപ്പെട്ടോ കൊല്ലപ്പെട്ടോ എന്നുള്ളത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഒരു 1.5 മാസം കഴിഞ്ഞു. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്നിടത്താണ്. അവിടെയാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ പോലെ ഈ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് സോമൻ പറഞ്ഞു. അതുപോലെ തന്നെ കളക്ടറെ ഇവിടുന്ന് ഒരു പരിശീലനത്തിന് വിടുന്നു. ഇതൊക്കെ കാണിക്കുന്നത് വലിയ തോതിലുള്ള അങ്കലാപ്പാണ്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അങ്കലാപ്പ് സർക്കാർ കാണിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണമെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയിൽ നിന്ന് വന്ന ചില നീക്കങ്ങൾ നമ്മളൊന്ന് വിശദമായി ചർച്ച ചെയ്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോമൻ സംസാരത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു CPM കാണിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് കാര്യങ്ങൾ. അതിൽ പിന്നെ MV ഗോവിന്ദന്റെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അവസാനം പറയാം. എന്തായാലും CPM ശക്തമായി നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പൊ കാണുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞ പാർട്ടി CPM പച്ചയ്ക്ക് പരസ്യമായി ദിവ്യയോടൊപ്പം അല്ലെങ്കിൽ പ്രതിയോടൊപ്പം നിൽക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും CBI അന്വേഷണം വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പോലും ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ അതിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം, പാർട്ടി ശക്തമായി നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരായി വന്നിട്ടും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കൊടുത്തിട്ടുള്ള ഈ കേസുണ്ട്. ഈ കേസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാറുണ്ട്. ആ കേസിൽ അവരെടുത്തിട്ടുള്ള സമീപനം, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുത്തിട്ടുള്ള സമീപനം, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുത്തിട്ടുള്ള ചില നടപടികൾ, ആ നടപടികൾ ഒരല്പം ആഴത്തിൽ പരിശോധിച്ചാൽ മാത്രമേ സർക്കാരിന്റെ ഈ പറഞ്ഞ പോലെ ഈ നെട്ടോട്ടം എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഇപ്പം എന്നെ പോലുള്ളവരൊക്കെ തന്നെ ഒരു 2 ആഴ്ചക്ക് മുമ്പ് തന്നെ മഞ്ജുഷ CBI അന്വേഷണത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊക്കെ വീഡിയോ ചെയ്യും, പൊതുമണ്ഡലത്തിലൊക്കെ പറയുകയും ചെയ്തു. അവര് നവംബർ 26-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹർജി സമർപ്പിച്ചത്. അതിൽ അവര് തെളിയിച്ചിരിക്കുന്നത് പോലീസിന് നേതൃത്വമുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ അവർ തൃപ്തരല്ല. അതിന് 7-8 കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഹർജി 26-ാം തീയതി കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ നവംബർ 16-ാം തീയതി അവർ നിർണായകമായിട്ടുള്ള ഒരു നടപടി എടുക്കുകയുണ്ടായി. ആ നടപടി ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ നടപടി എന്താണെന്ന് ചോദിച്ചാൽ നവംബർ 16-ാം തീയതി അവർ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. ആ ഹർജിയാണ് ശരിക്കും ഈ പറഞ്ഞതുപോലെ ഈ പ്രതികളുടെ മസ്തകത്തിനുള്ളൊരു അടിയായി നമ്മൾ ആ ഹർജിയെ കാണണം. ആ ഹർജിയിൽ അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ദിവ്യ, കളക്ടർ, പ്രശാന്തൻ അവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ തന്നെ അവര് പറയുകയുണ്ടായി. ആ ഫോൺ നമ്പറുകൾ നടന്ന കോൾ റെക്കോർഡ്സ്, CDRs അത് പ്രിസർവ് ചെയ്യണം. അതാണ് ഒന്നാമത്. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള ടവർ ലൊക്കേഷനുകൾ അത് പ്രിസർവ് ചെയ്യപ്പെടണം. 3, വിശദമായി CCTV ദൃശ്യങ്ങൾ പ്രിസർവ് ചെയ്യപ്പെടണം. ഇപ്പൊ ഫോൺ കോൾ ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് BSNL-നും വോഡാഫോണിനും നിർദ്ദേശം നൽകണം എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ വിശദമായി പ്രിസർവ് ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് 14-ാം തീയതി രാത്രി റെയിൽവേ സ്റ്റേഷനിൽ ഈ നവീൻ ബാബു ഇരുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രിസർവ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 14-ാം തീയതി വൈകിട്ട് കളക്ട്രേറ്റിലുള്ള CCTV ദൃശ്യങ്ങൾ, മുന്നീശ്വരം കോവിലിനടുത്തുള്ള CCTV ദൃശ്യങ്ങൾ, നവീൻ ബാബുവിന്റെ ഔദ്യോഗിക വസതിക്കടുത്തുള്ള CCTV ദൃശ്യങ്ങൾ ഇത് പ്രിസർവ് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. 3-മതായി അവർ പറഞ്ഞിരിക്കുന്നത് 14-ാം തീയതി വൈകിട്ട് ഈ യാത്രയപ്പ് യോഗം തീരുന്നത് മുതൽ കളക്ട്രേറ്റ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് സൈഡിലുള്ള CCTV ദൃശ്യങ്ങളും പ്രിസർവ് ചെയ്യണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് നവംബർ 16-ാം തീയതി അവരെടുത്തിട്ടുള്ള സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിർണായകമാണ്. ആ സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോൾ റെക്കോർഡ്സ്, CDRകളും ഈ ടവർ ലൊക്കേഷനുകളും ഈ CCTV ദൃശ്യങ്ങളും പ്രിസർവ് ചെയ്യപ്പെട്ടാൽ, അതിനിപ്പോ വിധി 3-ാം തീയതിയാണ് വരാനിരിക്കുന്നത്, അത് പ്രിസർവ് ചെയ്യപ്പെട്ടാൽ തന്നെ ഈ കേസിൽ 90% പിന്നെ മഞ്ജുഷ വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിന്യായം ഞാൻ വായിച്ചതാണ്. 420 പേജുള്ള വിധിന്യായം. ആ വിധിന്യായത്തിൽ TP ചന്ദ്രശേഖരൻ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായകമായത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ വിളികളാണ്. അപ്പൊ ഇവിടെ പ്രശാന്തനും ദിവ്യയും കളക്ടറും തമ്മിൽ നടന്ന ഫോൺ കോൾ ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യപ്പെട്ടാൽ തന്നെ ഈ കേസ് ഏതാണ്ട് വിജയിച്ചു എന്ന് പറയാം. കാരണം എന്താണ്? ദിവ്യയുടെ ഫോണിൽ ആരെയൊക്കെ വിളിച്ചതായിട്ടുണ്ടാവും ഒന്നാലോചിച്ച് നോക്കൂ. ഒരു സംശയവും വേണ്ട, P ശശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 കണക്കിന് വിളികൾ അതിലുണ്ടാവും. കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിളികൾ ഉണ്ടാവും, പ്രശാന്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിളികൾ ഉണ്ടാവും, പ്രശാന്തൻ തിരിച്ചു ബന്ധപ്പെട്ടു. അപ്പൊ ഇത് കളക്ട്. അപ്പം ഈ സ്റ്റെപ്പ് നവംബർ 16-ാം തീയതി അവരങ്ങെടുത്തു. അതെടുത്തതിന് ശേഷമാണ് നവംബർ 26-ാം തീയതി അവര് ഹൈക്കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഈ കേസ് കൊടുക്കുന്നത്, CBI അന്വേഷണം. അത് വിശദമായി മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള, കാരണം ഇത് ഹോമിസൈഡ് അല്ല, ഇത് സൂയിസൈഡ് അല്ല, ഹോമിസൈഡ് ആണ് എന്ന് അവർ കൃത്യമായി അതിനകത്ത് അവര് തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ വലിയ തോതിലുള്ള ആശങ്ക CPM-നും ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ പെട്ടെന്നുള്ള ഈ മൊഴിയെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് വളരെ കൃത്യതയോടെ ആ സീക്വൻസ് വിശദീകരിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്, മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയപ്പോൾ ഹർജിയിൽ പറയുന്ന ഈ കാര്യങ്ങൾ പോലീസ് കൃത്യമായി നിർവഹിച്ചോ എന്ന ചോദ്യം തന്നെ ആവില്ലേ ഹൈക്കോടതി 6-ാം തീയതി പോലീസിന് മുന്നിൽ ചോദിക്കുന്നത്?
സോമനെ, ഞാൻ പറഞ്ഞത്, ഞാൻ ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിപ്പം പ്രതിപക്ഷ യൂട്യൂബ് ചാനൽ 5 വീഡിയോ അങ്ങനെ വന്നാൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കും. ഇത്രയധികം CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും പോലീസ് കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയാൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് കടക്കില്ലേ? അല്ല, 100%. 100%. കാരണം വെച്ചാല് ഈ വിധിന്യായത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ 5 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ്. ഈ വിധിന്യായത്തിൽ വളരെ കൃത്യമായി അവർ കാര്യങ്ങൾ കാര്യകാരണ സഹിതം അവര് വിശദീകരിച്ചിരിക്കുകയാണ്. സോ പിന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ട് ഇപ്പൊ സ്വയം പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ പ്രിസർവ് ചെയ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലെത്തും. അതാണ് നിൽക്കുന്നത്. അല്ല, അതിൽ അട്ടിമറി ഉണ്ടെങ്കിൽ ഹൈക്കോടതി ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് 100% ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഇൻക്വസ്റ്റ്, ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഈ അഫിഡവിറ്റിലുണ്ട്. അതില് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് കാണിച്ചിരിക്കും. ഒപ്പീനിയൻ ആസ് ടു ദ കോസ് ഓഫ് ഡെത്ത്, പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളത്, 14-ാം തീയതി ഈ മരണം നടന്ന് 15-ാം തീയതി 1:50 പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. അപ്പൊ ഇതില് ഇവര് ഈ ഹർജിയിലെ പേജ് 14 വളരെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? There are circumstances that raise serious questions about the cause of the deceased death. അതായത് മരിച്ച ആളുടെ മരണകാര്യം സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരാനുള്ള സാഹചര്യങ്ങളുണ്ട്. Whether it was a suicide by hanging remains doubtful. മനസ്സിലായില്ലേ? ഇത് ആത്മഹത്യയാണോ എന്നുള്ളത് സംശയാസ്പദമാണ്. The rushed manner in which inquest was conducted only deepens these concerns. അതായത് പെട്ടെന്ന് ധൃതി പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തിയത് ഈ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ പോലീസ് ഓഫീസർ ടു എൻഷുർ ദ പ്രസൻസ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് ഡ്യൂറിംഗ് ദ ഇൻക്വസ്റ്റ് ഇൻ ദ കേസ്. മാൻഡേറ്ററി ആണ്, മനസ്സിലായോ? നിയമപരമായിട്ട് തന്നെ ബന്ധുക്കൾ അവിടെ ഉണ്ടാവണം. യെറ്റ് ഇൻ ദിസ് കേസ് ഇൻക്വസ്റ്റ് വാസ് കാരിഡ് ബിഫോർ ദ പെറ്റീഷണർ ആൻഡ് ഹെർ ഫാമിലി മെമ്പേഴ്സ് ഹാവ് അറൈവ്ഡ് അറ്റ് ദ സീൻ. എന്നാൽ ഈ കേസിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ പരാതിക്കാരി സംഭവം നടന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ ഇൻക്വസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുണ്ട്. അതിന്റെ 9-ാമത്തെ കോളത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ്? ബൈ വാട്ട് റിലേറ്റീവ് ബോഡി ഈസ് റെക്കഗ്നൈസ്ഡ്. ഏത് ബന്ധുവാണ് ബോഡി തിരിച്ചറിയുന്നത്? ആൻഡ് ദർ സ്റ്റേറ്റ്മെന്റ് ഷോർട്ട്ലി ഗിവൺ. അവർ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഇത് കൊടുക്കണം. ആര് കൊടുക്കണം? ബ്ലഡ് റിലേറ്റീവ്സ് സച്ച് ആസ് പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. മനസ്സിലായോ? അപ്പൊ അത് ഇൻക്വസ്റ്റിന്റെ 9-ാമത്തെ കോളത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഈ മരിച്ചുപോയ ആളുടെ സഹോദരൻ ഒരു അഭിഭാഷകനാണ്, ഭാര്യ തഹസീൽദാറാണ്. എന്നാൽ ഇവരെത്തുന്നതിന് മുമ്പേ ഇത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി 29-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? സയന്റിഫിക് എവിഡൻസ് ഫോർ കൺഫേമിംഗ് സൂയിസൈഡ്. അതായത് ആത്മഹത്യയാണോ എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവ്. ഇൻ ഓർഡർ ടു കൺഫേം ഓർ റൂൾ ഔട്ട് ദ പോസിബിലിറ്റി ഓഫ് സൂയിസൈഡ്, sellotape lifting ought to have been done from the palm of the deceased and the ligature allegedly used for hanging. Sellotape lifting എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് ചെയ്യണം. അത് ചെയ്തിട്ടില്ല. 3, ഡിലേ ഇൻ എക്സാമിനിങ് ദ വിറ്റ്നസ്. വളരെ താമസിച്ചിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ട് അവർ വേറൊരു ഭാഗത്ത് പറയുന്നത് അറിയോ? വേറൊരു ഭാഗത്ത് പറയുന്നത് ഈ മരണം അറിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഈ ബന്ധുക്കള് നേരെ കണ്ണൂർക്ക് യാത്രയായി. കണ്ണൂർക്ക് യാത്രയായി പകുതി എത്തിയപ്പോഴത്തേക്കും ഇത് പരിയാരത്ത് ആണ് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞു. അപ്പൊ പറഞ്ഞു, കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു പരിയാരത്ത് ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഈ പ്രശാന്തൻ പരിയാരത്താണ്, ഈ പ്രതിയുടെ ഭർത്താവും പരിയാരത്താണ്. അതുകൊണ്ട് അങ്ങനെ അവിടെ ചെയ്യാൻ പാടില്ല എന്ന് കളക്ടറോട് പറഞ്ഞപ്പോൾ കളക്ടർ എന്താ പറഞ്ഞെന്നറിയോ? കളക്ടർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ അവിടെ ഉണ്ട്, ഇൻക്വസ്റ്റ് ഒരു കുഴപ്പവുമില്ലാതെ നടത്തും എന്ന് ഞാൻ ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവര് അങ്ങോട്ട് പോകുന്നത് മാറ്റി വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പെട്ടെന്ന് നടത്തി?
അതിൽ കളക്ടർ നേരിട്ട് ഇടപെടുന്നു, തിടുക്കം കാട്ടുന്നു, വീട്ടുകാരെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇവര് കളക്ടർക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. അയാളുടെ മൊഴി മാറ്റിയ കാര്യം അത് ഉൾപ്പെടെ അതായത് another crucial witness in the incident is district collector. The accused, leveraging his political influence, was able to manipulate the district collector Kannur to altering certain versions of events to create the impression that he had admitted to committing a mistake. എന്ന് പറഞ്ഞാൽ പ്രതി അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കളക്ടറുടെ മൊഴി മാറ്റിക്കുകയും ഈ മരിച്ചുപോയ ആള് കുറ്റസമ്മതം നടത്തി എന്ന് പറഞ്ഞു. ദിസ് വേർഷൻ വാസ് എ ഫാബ്രിക്കേറ്റഡ് ആഫ്റ്റർ തോട്ട്, അതായത് കെട്ടിപ്പടുത്തുണ്ടാക്കിയൊരു കള്ളത്തെളിവാണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വെൻ ദ ഓഫീസർ ഡെപ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് എൻക്വയർഡ് ഇൻ ടു ദ മാറ്റർ നോ സച്ച് സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ ദി ഡിസ്ട്രിക്ട് കളക്ടർ. എന്നുവെച്ചാൽ ആ ഗീത എന്ന് പറഞ്ഞ അവരുണ്ടല്ലോ, അവരുടെ അന്വേഷണത്തിൽ ഇയാളത് പറഞ്ഞില്ല. Furthermore, it is reported that the district collector Kannur, fearing cross-examination, declined to provide an oral statement and instead opted to submit a written statement on legal advice. വളരെ നിർണായകമാണ്. എന്താണ് ഈ ഗീത എന്ന് പറഞ്ഞവര് അയാളെ മൊഴി കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാളെ ക്രോസ് എക്സാമിൻ ചെയ്യുമ്പോൾ അയാള് വേവർ ചെയ്യുമെന്ന് പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാവാതെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു സംശയം. ഹൈക്കോടതി കളക്ടറുടെ ഭാഗം കേൾക്കാൻ വേണ്ടി വിളിപ്പിച്ചു വരുത്തുമോ എന്ന ഭയം, ഒരുപക്ഷെ വക്കീലിന് മുന്നിൽ തന്റെ കള്ളത്തരം പൊളിഞ്ഞെടുക്കുമോ എന്ന ഭയം, അതാണ് പെട്ടെന്ന് ഇപ്പൊ ദില്ലിയിലേക്ക് പരിശീലനത്തിനായി പുറപ്പെടുന്നത്. സുമൻ, ഇതിനകത്ത് ഈ ഡിസ്ട്രിക്ട് കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള കൃത്യം കാര്യങ്ങൾ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ മൊഴി മാറിയതാണ് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം. എന്താ കാരണം? ഡിസ്ട്രിക്ട് കളക്ടർ ഈ സംഭവം നടന്ന ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കുടുംബാംഗങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം സർക്കാരിന് നൽകിയ റിപ്പോർട്ട് അതിലേക്ക് ഞാൻ വരും. അയാൾ കുടുംബത്തിന് നൽകിയ സന്ദേശം തരുന്നു. 7 മാസം ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് ജോലി ചെയ്ത ആളാണ്, വളരെ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇത് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നിടം മുതൽ തന്നെ അയാളുടെ മൊഴിമാറ്റത്തിനുള്ള ശ്രമം ആരംഭിക്കുന്നു. അതെവിടെ ആരംഭിക്കുന്നു? അവിടെയാണ് സോമൻ പറഞ്ഞ ഈ ജോയിന്റ് ലേബർ കമ്മീഷണറോ റവന്യൂ കമ്മീഷൻ ആ ഗീതയുടെ അന്വേഷണമാണ് തൊട്ടു പിന്നാലെ വരുന്നത്. ആ അന്വേഷണത്തിൽ അയാൾ നേരിട്ട് ഹാജരാകുന്നില്ല. അത് ക്രോസ് എക്സാമിനേഷൻ ഭയന്നിട്ടാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? അയാള് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് അതിന് കൊടുക്കുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുന്നിലും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുള്ളൂ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യാൻ മെനക്കെട്ടില്ല. സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിൽ അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്, അത് മതി എന്ന നിലപാട്. ഇപ്പൊ ഈ ഗീതയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോ കളക്ടറെ സംബന്ധിച്ചിടത്തോളം കളക്ടറുടെ മൊഴിമാറ്റം വളരെ 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 ക്ലിയറാണ്. സ്വാഭാവികമായും കളക്ടറുടെ സ്ഥിതി പരുങ്ങലിലാകും, അല്ലെങ്കിൽ കളക്ടറുടെ മൊഴിമാറ്റം എക്സ്പോസ്ഡ് ആകും എന്ന് കണ്ടുകൊണ്ടായിരിക്കണം കളക്ടറെ ഇപ്പം ഇതിന് വിട്ടിരിക്കുന്നത്. ഈ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. ഞാനത് നോക്കിയപ്പോഴത്തേക്കും ആ ട്രെയിനിങ് ഒരു IAS ഉദ്യോഗസ്ഥന്റെ പ്രൊഫഷണൽ ലൈഫിൽ അനിവാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ ഈ ട്രെയിനിങ് കൂടിയേ തീരും. സ്വാഭാവികമായും അയാളെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് അയാളെ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. 27-ാം തീയതി വരെ കാണുന്നത്. കാരണം അത് വിളിക്കുമ്പോൾ ഇത് സെക്രട്ടറിഷിപ്പിലേക്കുള്ള പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനകത്ത് പോകാതിരിക്കാൻ പറ്റില്ല എന്നൊരു കാരണം ഉന്നയിക്കാനുള്ള അവസരം സർക്കാർ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാവേണ്ടത്. പക്ഷെ ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി ഞാൻ പറയാം. ഈ ഹർജി വിശദമായി വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളിൽ നിന്ന് സർക്കാരിന് 1 ഇഞ്ച് പോലും മാറാൻ കഴിയില്ല. പക്ഷെ ഇതിന്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഇതൊരു ഗൂഢാലോചനയാണെന്നും ഇതിനകത്ത് ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നും അതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ പ്രശാന്തൻ എന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഈ നവീൻ ബാബുവിന്റെ സഹോദരൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സോമന് എഴുതി നൽകിയതാണ്. എഴുതി നൽകിയിട്ട് എന്ത് സംഭവിച്ചു?
Prashant and the witness who allegedly filed a complaint used to be a colleague of the accused husband, and there is a strong evidence which points towards this entire transaction being benami in nature. ഒരു ബിനാമി ഇടപാട്. Thus there is a larger conspiracy എന്നൊക്കെ പറഞ്ഞിട്ട് SIT എഴുതി കൊടുത്തതാണ്. അവരത് പരിശോധിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ ഈ പ്രശാന്തന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാം എന്ന് മാത്രമല്ല, ഇവർ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ SITയുടെ രൂപീകരണം തന്നെ ഈ പറഞ്ഞ പോലെ അല്ലല്ല SITയുടെ രൂപീകരണം തന്നെ പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റി ആണെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ പാലിച്ചല്ല. അതായത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരമാണ് ഈ SIT രൂപീകരിക്കപ്പെടുന്നത്. ആ രൂപീകരിക്കപ്പെടുമ്പോൾ അതൊരു ഉത്തരവ് പ്രകാരമായിരിക്കണം. സർക്കാർ ഉത്തരവ്. Here order means the special investigation team was formed so hastily that there was no official order in writing from the part of the government. Thus the investigation itself has been marred by procedural irregularities right from the inception, thereby questioning the bona fides of the whole process of institution of the teams, once again underlining the need for inquiry. അപ്പം ഇതിന്റെ രൂപീകരണം തന്നെ പെശകാണ്. ഇനി അവർ വേറൊരു കാര്യം പറയുന്നത് എന്താണ്? അവർ പറയുന്നത് SIT 2 ഫോൺ എടുത്തിരുന്നു ഇയാളുടെ. നോ ഫർദർ സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ. മനസ്സിലായോ? എന്ന് മാത്രമല്ല, അവർ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് the deceased was a vociferous reader and an efficient communicator. നല്ലപോലെ പുസ്തകം വായിക്കുന്ന ആളും വളരെ കാര്യക്ഷമമായിട്ട് സംവാദകനുമായി. Furthermore, he was a doting father to 2 daughters and a loving husband. സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവും സ്നേഹസമ്പന്നനായ ഒരച്ഛനുമായിരുന്നു. In such a situation, it is unbelievable that he would commit suicide without leaving a suicide note. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരു കാരണവശാലും ആത്മഹത്യാക്കുറിപ്പില്ലാതെ മരിക്കില്ല. The initial investigation team and the SIT reveals that no suicide note was found, which leaves only 2 options. ഇപ്പൊ സൂയിസൈഡ് നോട്ട് കണ്ടുപിടിക്കാതിരുന്നതിൽ നിന്നും 2 സാധ്യതകളാണ് വരുന്നത്. ഒന്നെന്താണ്? ഇറ്റ് വാസ് നോട്ട് എ സൂയിസൈഡ് ബട്ട് എ ഹോമിസൈഡ്. എന്ന് പറഞ്ഞാൽ ഇത് ആത്മഹത്യ ആയിരുന്നില്ല, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊന്ന് കെട്ടി തൂക്കുകയാണ് അവർ പറയുക. 2, സൂയിസൈഡ് നോട്ട് വാസ് സപ്രസ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു ഫേവർ ദി അക്യൂസ്ഡ്. അത് അവർ പൂഴ്ത്തിവെച്ചു. Furthermore, there could be a possibility that the deceased left a suicide note in his phone. Suicide note അയാൾ ഫോണിൽ വെച്ചതാണുള്ള സാധ്യത. But his phones are under the custody of the SIT. Hence, even if there is a suicide note, there is high probability that it can be tampered by the SIT. അപ്പം ഒരു ലൂപ്പ് ഹോളും ഇല്ല. അവസാനം അവർ പറയുന്നത് എന്താണ്? ഇത് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെ സർക്കാർ ബ്യൂറോക്രസിയിലുള്ള ആരും മൊഴി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം സർക്കാർ വിരുദ്ധമായി പോകും. കളക്ടറുടെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. കളക്ടറുടെ അറിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരുടെ അവസ്ഥ നമുക്കറിയാം. ആരും കൊടുക്കും. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു കാരണവശാലും SITയുടെ അന്വേഷണം ഫലപ്രദമാവില്ല, CBIക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ ഞാൻ പറയുന്നു കേരള ഹൈക്കോടതിക്ക് സിംപ്ലി കഴിയില്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ വിഷയത്തിലേക്ക് ഇത് മാറാൻ പോവുകയാണ്. അല്ല, സർക്കാർ CBIക്ക് കൈമാറേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഹൈക്കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നതെങ്കിൽ അല്ല സോമന, അതല്ലേ സർക്കാരിന് പറ്റുള്ളൂ. പക്ഷെ സർക്കാർ അതുവരെ പറഞ്ഞിട്ടില്ല. കാരണം സർക്കാരിന് അത് അങ്ങനെ പറയാൻ പറ്റൂ. ഇനി നമ്മൾ ഒരു കാര്യം കൂടി സോമൻ സൂചിപ്പിച്ചതുണ്ട്, അതും കൂടെ നമ്മളൊന്ന് ഒരൽപ്പം വിശദീകരിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ ശക്തമായി വന്ന് CBI അന്വേഷണം വേണ്ടെന്ന് ആവശ്യപ്പെടുന്നത്? ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞെന്താണ്? CBI കൂട്ടിലെത്തയാണ്, ഞങ്ങൾ ഇന്നെതിര് നാളെ. ഇതേ സർക്കാർ ഇതേ പിണറായി വിജയനാണ് ഉമ്മൻചാണ്ടി. അതാണ് അസംബന്ധമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ അന്വേഷണം ഇതേ പിണറായി സർക്കാർ തന്നെ CBI ക്ക്. അപ്പൊ ഇതിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കാൻ ഗോവിന്ദനുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അവിടെയാണ് ഗോവിന്ദന്റെ മകൻ, ആ മകന് ബെനാമി പമ്പുകൾ ഉണ്ട് എന്നുള്ള ആരോപണം. ഗോവിന്ദന്റെ മകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ, അവൻ ഗോവിന്ദന്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകനാണ്. അവന്റെ വാഹനങ്ങളിലാണ് ഗോവിന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളത്. അവനും ബെനാമി പമ്പുകൾ ഉണ്ടെന്നുള്ള വിവരമുണ്ട്.
അപ്പൊ ഇതൊക്കെ കൊണ്ട് ഗോവിന്ദന്റെ മകനും അടുപ്പക്കാരുമൊക്കെ തന്നെ CBI അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ എന്നുള്ള സംശയമാണ് ഗോവിന്ദനെ കൊണ്ട് CBI അന്വേഷണത്തിനെതിരായി ശക്തമായി പ്രതികരിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, മഞ്ജുഷ എടുത്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറുകൾ. ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൃത്യമായി ആ നമ്പറുകൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഏതൊക്കെ നമ്പറിൽ നിന്നുള്ള ഫോൺ ഇതാണ് പ്രിസർവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ അവര് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അത് ടവർ ലൊക്കേഷൻ, CCTV ദൃശ്യങ്ങൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഹർജിയും കോടതി ഗൗരവതരമായി പരിഗണിക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിഗണിച്ചാൽ 99% CBI അന്വേഷണം ഉറപ്പാകാനിടയുള്ള ഒരു കേസായിരിക്കും നവീൻ ബാബുവിൻ്റെത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് വ്യക്തിപരമായി ഇതൊരു കൊലപാതകം തന്നെ എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ല സോമന, എനിക്ക് തോന്നുന്നത്, സോമൻ എന്നെ ഓർമ്മ ഉണ്ടെന്നറിയില്ല, നമ്മൾ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് ചെയ്ത വീഡിയോയിൽ തന്നെ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് 100%. ഞാൻ 100% വിശ്വസിക്കുന്നത് ഒരു 4-5 പേര് ചുറ്റും കൂടിയിരുന്നിട്ട് കയറി അങ്ങ് തൂങ്ങിക്കോളൂ എന്ന് പറഞ്ഞതാവാനാണ് സാധ്യത. ഉമേഷ് ബാബുവിനെ പോലുള്ളവർ പറയുന്നത് അന്നത്തെ രാത്രിയിലെ കണ്ണൂർ സെൻട്രൽ പ്രിസണിലെ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിച്ച് പരിശോധിക്കണമെന്നാണ്. അല്ല, അതാ പാണ്ഡ്യാല ഷാജിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ക്ലിയർ ആണ്. ഇപ്പൊ അവിടെ നിന്നുള്ളവർ വന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇത് 2-3 പേര് ചുറ്റും ഇരുന്നിട്ട് നിങ്ങൾ കയറി അങ്ങ് തൂങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ന് മാത്രമല്ല, പ്രശാന്തന്റെ ഇന്നത്തെ അവസ്ഥ സംബന്ധിച്ച് ഉമേഷ് ബാബു TV ചാനൽ ചർച്ച പറഞ്ഞു. പ്രശാന്തൻ ആകപ്പാടെ മദ്യത്തിന് അടിമയായിട്ട് ഇതെന്നെ കൊണ്ട് ദിവ്യയും അവരും ഒക്കെ ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബോധരഹിതനായി അവിടെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് എന്നും ഈ ഉമേഷ് ബാബു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അപ്പം ഇത് വലിയ തോതിലുള്ള ഒരു ഇതിലേക്ക് പോവാണ്. ഇതൊരു കോൾഡ് ബ്ലഡഡ് മർഡർ. പ്രശാന്തനെയും വല്ലാതെ ഭയം വേട്ടയാടുന്നു. അല്ല, പ്രശാന്തനെ ഭയം വേട്ടയാടുന്നത് മാത്രമല്ല, പ്രശാന്തന്റെയൊക്കെ അവസ്ഥ എന്താകും എന്നുള്ളതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ഈ മഞ്ജുഷയുടെ ഈ ഹർജി സമർപ്പണത്തോടു കൂടി ഇത് ആത്മഹത്യ അല്ലായിരുന്നു, ഇത് കൊലപാതകമായിരുന്നു, ഇത് ഹോമിസൈഡൽ ഹാങ്ങിങ്. ഹോമിസൈഡൽ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ കൊന്നു കെട്ടി തൂക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് തല്ലിക്കൊന്നല്ല എന്നുള്ളത് മാത്രം. കാരണം തല്ലിക്കൊന്നാണെങ്കിൽ ദേഹത്ത് പരിക്കുകൾ കാണും. അതെ, തല്ലിക്കൊല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5-6 പേര് ചുറ്റും കൂടിയിരുന്നിട്ട് അങ്ങ് കയറി അങ്ങ് തൂങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് തൂങ്ങിയതാവാനാണ് സാധ്യത. കാരണം അവർ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കോമൺ സെൻസ് ഉണ്ട് സോമന. കാരണം അന്ന് രാത്രി 8:10-നും 11:05-നും ഇടയ്ക്ക് ദേഹത്തെ മുറിവുകൾ പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ആ കുടുംബം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അന്ന് രാവിലെ അങ്ങ് ഓർക്കുന്നുണ്ടാവും, മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകളിൽ വാർത്ത വന്നുകൊണ്ടിരുന്ന ADM ആത്മഹത്യ ചെയ്തു, വലിയ ടൈറ്റിലാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെ ഞാൻ 1-2 ചാനൽ ജേർണലിസ്റ്റുകളെ വിളിച്ചു. അവരോട് ചോദിച്ചു, ആത്മഹത്യ എന്ന വാർത്ത എങ്ങനെയാണ് കൊടുക്കുന്നത്? പോലീസ് പറഞ്ഞതാണ്. അപ്പൊ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആത്മഹത്യ എന്ന് പോലീസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു. ആ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയാണ് മൃതദേഹം കണ്ണൂരിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്, സംസ്കരിക്കുന്നത്. അല്ല, അതൊക്കെ 100% ദുരൂഹതയാണ്. കാരണം ഒന്ന്, പരിയാരം മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്. അതെ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞത് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രശാന്തനും പ്രതിയുടെ സഹോദരനും ഉള്ളതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് ചെയ്യരുത് എന്ന് കളക്ടറോട് സംസാരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യണമെന്നാണ് അവരാണ്. അപ്പൊ സ്വാഭാവികമായും സോമനെ ഇത് ആത്മഹത്യ ആയിരുന്നു എങ്കിൽ എന്തിനാണ് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് ഇത് ഹേസ്റ്റി ആയിട്ട് ചെയ്തത്? ക്ലിയർ അല്ലേ? എന്ന് മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇഞ്ചുറീസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇഞ്ചുറീസ് ഇല്ലായിരുന്നു എന്നൊന്നും നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല. കാരണം ഇവർ പറയുന്ന പോലെ ഡോക്ടർക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം 2-3 സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉള്ളത് എന്താണ്? ഒന്ന്, ഹേസ്റ്റി ആയിട്ട് ഇത് ചെയ്തു. 2, ഈ മൃതദേഹം പത്തനംതിട്ടയിലേക്ക് പോയപ്പോൾ MV ജയരാജൻ ആ മൃതദേഹത്തോടൊപ്പം യാത്ര ചെയ്തു. അല്ല, അവിടെ പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരെ പോലും അടുപ്പിക്കാതെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും വലയം ചെയ്തു നിന്നു. അതെ, അങ്ങോട്ടേക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ ആരെയും കടത്തിവിടുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ വളരെ പെട്ടെന്ന് അവർ പൂർത്തിയാക്കി. അപ്പൊ സ്വാഭാവികമായും ഈ സംസ്കാരവും ഈ മരണം, ഈ പോസ്റ്റ്മോർട്ടം, സംസ്കാരം, ഇതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ ഈ റിഡൻ വിത്ത് ദുരൂഹതകളാണ്. അത് വളരെ വളരെ ഗൗരവതരമായിട്ടാണെന്നുള്ളത് നമുക്ക് കാണണം.
അതുകൊണ്ട് തന്നെ ഈ കേസ് വലിയൊരു വഴിത്തിരിവിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ഗൗരവമായിട്ടത് കൈകാര്യം ചെയ്താൽ അത് CBI അന്വേഷണത്തിലേക്ക് പോകും. CBI അന്വേഷണത്തിലേക്ക് അത് പോയാൽ അതിഭീകരമായിരിക്കും അതിന്റെ പ്രത്യാഘാതം, അതിഭീകരമായിരിക്കും. കാരണം ഇതൊരു ലാർജർ കോൺസ്പിറസിയാണ്. ഇതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ നേതാക്കന്മാരുണ്ട് എന്നുള്ള സാധനങ്ങൾ പുറത്തു വരികയും അത് CPM-ന്റെ നിലനിൽപ്പിനെ പോലും, CPM-ന്റെ എക്സിസ്റ്റൻസിനെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.